ഹായ്, എല്ലാവർക്കും നമസ്കാരം. മിക്ക രക്ഷിതാക്കളുടെയും ഒരു പരാതിയാണ് പഠനത്തിൽ കുട്ടികൾ പിന്നോട്ട് പോകുന്നു എന്നുള്ളത്. കുട്ടികൾ പഠനത്തിൽ പിന്നോട്ട് പോകാനുള്ള കാരണം പലതുമുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. ഇന്നലെ ഒരു രക്ഷിതാവും ഒരു കുട്ടിയും നമ്മുടെ ഓഫീസിലേക്ക് വന്നു. അവർക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു പറയാൻ പഠനത്തിൽ കുട്ടി പിന്നോട്ട് പോകുന്നുണ്ട് എന്ന്. ഒരുപാട് കാരണങ്ങൾ അവർ പറഞ്ഞു. അതിൽപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കുട്ടിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ഡെവലപ്മെന്റ് മീൻസ് നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള വികസനം, മാനസികമായിട്ടുള്ള ആരോഗ്യം, ഇതിനു വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അമ്മയുടെ പ്രഗ്നൻസി ടൈമിലുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. ആ കാലഘട്ടം വളരെ സുന്ദരവും ഹാപ്പിനെസ്സുമായിരിക്കണം. നല്ലത് കേൾക്കണം, നല്ലത് കാണണം, ഇഷ്ടമുള്ളത് ഭക്ഷണം കഴിക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് റൂൾസുകളൊക്കെ ഈ പ്രഗ്നൻസി ടൈമിലുണ്ട്. എന്തിനാണ് അതൊക്കെ അങ്ങനെ പറയുന്നത്? മനസ്സും ശരീരവും ഒരുപോലെ സന്തോഷമായിരിക്കണം ഈ ഒരു ടൈമിൽ. കാരണം വളർന്നു വരുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വയറ്റിലാണുള്ളതെങ്കിലും ആ കുട്ടിയുടെ ആരോഗ്യം, മാനസികമായിട്ടുള്ള ആരോഗ്യം, ബുദ്ധിപരമായിട്ടുള്ള ആരോഗ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അമ്മയുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും പ്രഗ്നൻസി ടൈമിലുള്ള ആളുകൾ അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷപരമായിട്ടുള്ള ജീവിതമായിരിക്കണം ആ കാലഘട്ടത്തിൽ നടത്തേണ്ടത്. ഒരു കാരണവശാലും മറ്റുള്ള ആളുകൾ, ഹസ്ബൻഡായാലും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരായിരുന്നാലും ഇനി സ്വന്തം വീട്ടുകാരായിരുന്നാലും ആരായിരുന്നാലും ഒരു വിഷമം പറ്റുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കാനോ വാക്കുകളായിട്ടോ പോലും പറയാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്നറിയോ? അമ്മക്കാണത് ഫീൽ ചെയ്യുന്നതെങ്കിലും ഒരു തലമുറയെ പഠനത്തിൽ പിന്നോട്ട് വലിക്കുന്ന രീതിയിലേക്കാണ് ഈ ഒരു സംഭവം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ജനിക്കാൻ പോകുന്ന ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പഠനവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ കുട്ടി വളർന്ന് വലുതാവേണ്ടതുണ്ട്. ആ കുട്ടിയെ പഠനത്തിൽ പിന്നോട്ട് നയിക്കുന്നതിൻ്റെ ഒരു കാരണം അമ്മയുടെ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന ഇത്തരം കാര്യങ്ങളാണ്. ശ്രദ്ധിക്കുമല്ലോ.